ഹാഷ്മി താജ് ഇബ്രാഹിം ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹാഷ്മി, തുടരാം. ഹാഷ്മി. റിജിത്ത്, എന്ന് പറഞ്ഞാൽ ഈ മഴയെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാദൗത്യം ഇനിയും തുടങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്രയും വലിയ മഴയായിരുന്നു ഇടയ്ക്ക് പെയ്ത മഴ. ഇടയ്ക്കിടയ്ക്ക് ആ മഴ അങ്ങ് വല്ലാതെ പെയ്യും. റീത്ത്, ഇവിടുത്തെ പ്രശ്നം അതാണ്. നേരത്തെ രാവിലെ ഒരു പെരുമഴ പെയ്ത് മാറ്റി, പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു. അതിനുശേഷം രക്ഷാപ്രവർത്തനം ഏതാണ്ട് ഊർജിതമായി വന്നതാണ്. നേവിയുടെ ബ്ലാക്ക് ബോട്ടുകൾ അവിടെ അവിടെ പുഴയിലിറങ്ങിയുള്ള തിരച്ചിലൊക്കെ ഏതാണ്ട് ശക്തമായി വന്നതാണ്. അപ്പോഴാണ് പെരുമഴ പെയ്ത്. പിന്നെ തിരികെ കപ്പലുകൾ കരക്കടിക്കുന്ന കാഴ്ച, ഈ ബോട്ടുകൾ കരക്കടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമുക്കറിയാൻ കഴിയുന്ന ഈ പറഞ്ഞ സൈഡ് സ്കാൻ സോണാർ എന്ന് പറയുന്ന സംവിധാനം മാത്രമാണ് ഇപ്പോഴും നേവിയുടെ പരിശോധനയ്ക്കുള്ളത്. അത് ഈ നദിയുടെ അടിത്തട്ടിൽ ഉള്ള സാധനങ്ങൾ കണ്ടെത്താനുള്ള ഒരു പോർട്ടബിൾ സ്കാൻ ഒരു മെഷീനാണ്. ആ മെഷീൻ അതിന് പ്രകാരം ഡൈവർമാർ ഈ പുഴയിലേക്ക് എടുത്ത് ചാടുക. അപ്പോൾ അതിനെ തുടർന്നുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്ത്. ഇതിലെ പ്രശ്നം നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, ഈ നദിയുടെ നടുക്ക് തന്നെ വലിയ മൺകൂന എന്ന് പറഞ്ഞാൽ 10-30 അടി ആഴത്തിൽ മണ്ണ് നികന്ന് ഒരു വലിയ ദ്വീപ് പോലെ ഇങ്ങനെ ഒരു 5 മീറ്റർ ഉയരത്തിലേക്ക് പുഴയ്ക്ക് മുകളിലേക്ക് നിൽപ്പുണ്ട്. അതിനുള്ളിലുള്ള പരിശോധന അതിനിർണായകമാണ്. അതിന് കാരണം അതിനുള്ളിൽ ഒരു സിഗ്നൽ കിട്ടിയെന്നുള്ള സൂചന വന്നിരുന്നു. അപ്പോൾ അതിനുള്ളിൽ പരിശോധിക്കാൻ ഈ സൈഡ് സ്കാൻ സോണാർ മതിയാവില്ല. സൈഡ് സ്കാൻ സോണാർ ഈ പുഴയുടെ അടിത്തട്ടിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ മാത്രമേ സഹായകരമാവുകയുള്ളൂ. ഈ മണ്ണ് നീക്കം ചെയ്യാനടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ മണ്ണ് നീക്കാനുള്ള സംവിധാനങ്ങൾ എത്തിയാൽ മാത്രമേ ഒരു കാര്യക്ഷമമായ ഓപ്പറേഷൻ ആ പുഴയിൽ നടക്കുന്നുവെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അവിടെ ശരിയാണ്. ആ മണ്ണ് നീക്കുന്നതിനുള്ള വേണ്ടത്ര സംവിധാനങ്ങൾ, കാര്യക്ഷമമായ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിയാൽ മാത്രമേ അത് ഫലം കാണൂ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ.